സ്വാഭാവികമായിട്ടും അവിടെ കടന്നു വരുന്നത് അള്ളാഹുവിന്റെ ശിക്ഷക്കും അള്ളാഹുവിന്റെ കോപത്തിനും ആ സമൂഹം ഇരയായിത്തീരും എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിൽ ഞാനിവിടെ ആമുഖമായി ഓതിവെച്ച ആയത്തിന്റെ രത്ന ചുരുക്കം. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്, മുൻ കഴിഞ്ഞു പോയ ഒരു സമൂഹം, ബനൂ ഇസ്രായേൽക്കാരിൽപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹത്തെ 2 പ്രവാചകന്മാരുടെ നാവുകളാൽ ആ സമൂഹം ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ശപിക്കപ്പെടാനുള്ള കാരണം? ഒരു സമുദായത്തെ ആ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാൽ ശപിക്കപ്പെട്ടതിന്റെ കാരണം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരിൽ വന്ന തെറ്റുകളാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതോടൊപ്പം ആ തെറ്റുകൾ അവരിൽ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലായപ്പോ ആ തെറ്റുകളെ സംബന്ധിച്ച് ഗുണകാംക്ഷയോട് കൂടി അതിനെ എതിർക്കുവാനോ അതിനെ തിരുത്തുവാനോ ഉള്ള ശ്രമം നടത്താത്തതിനാൽ അവരിലുള്ള ഒരു തിന്മയെ പരസ്പരം ഗുണകാംക്ഷയോടുകൂടി എതിർക്കുവാനും തിരുത്തുവാനുമുള്ള ശ്രമം അവർക്കിടയിൽ നടക്കാത്തതിന്റെ പേരിൽ, അഥവാ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനം ആ സമൂഹം നടത്താത്തതിന്റെ പേരിൽ തീർച്ചയായും അവർ ശാപത്തിന് വിധേയരായി എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ഇത് മുൻകഴിഞ്ഞു പോയ ഒരു സമൂഹത്തിന്റെ കഥ വിശുദ്ധ ഖുർആൻ ചരിത്രം എന്ന നിലയ്ക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതല്ല. മറിച്ച് ഈ ഖുർആനിന്റെ അനുയായികൾ ഖുർആൻ എന്ന ഈ വേദഗ്രന്ഥവുമായിട്ട് അന്ത്യദിനം വരെ സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രബോധകരായി നിലനിൽക്കുന്ന കാലഘട്ടത്തോളം ഈ ഒരു അനുഭവം ഏതേത് സന്ദർഭങ്ങളിൽ അവർക്കിടയിൽ ഉണ്ടാകുന്നുവോ ആ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ തീർച്ചയായും അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു സ്വഭാവമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് നന്മ. അത് സ്വന്തത്തിൽ കണ്ടാലും അല്ലാത്തവരിൽ കണ്ടാലും അംഗീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു മനസ്സ്. തിന്മ അത് സ്വന്തത്തിൽ കണ്ടാലും സ്വന്തം സമൂഹത്തിൽ കണ്ടാലും സ്വന്തം സംഘടനയിൽ കണ്ടാലും സ്വന്തം കുടുംബത്തിൽ കണ്ടാലും സ്വന്തം സമുദായത്തിൽ കണ്ടാലും അതിനെ വിമർശിക്കുവാനും അതിനെ തിരുത്തുവാനും അതിനെ ശരിയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള പരിശ്രമം തീർച്ചയായും നിങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം, ഈ വിശുദ്ധ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തന്നെയുമല്ല, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു, സമൂഹത്തിൽ തിന്മയുണ്ടാകുമ്പോൾ ആ തിന്മയെ തടുക്കാതിരുന്നാൽ, സമൂഹത്തിൽ തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റുകളെ സൂചിപ്പിക്കുവാനുള്ള തന്റെ ഇടം ഇല്ലാതിരുന്നാൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് ഇത്തരുണത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലതഅ്മുറന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹൗന അനിൽ മുൻകർ, തിന്മയെ നിങ്ങൾ വിരോധിക്കുക തന്നെ വേണം. അപ്പോൾ നന്മയെ നിങ്ങൾ പ്രചരിപ്പിക്കുവാനും തിന്മയെ നിങ്ങൾ തടുക്കുവാനുമുള്ള തന്റേടം അത് നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത പക്ഷം ഔലയൂശിക്കന്നല്ലാഹു അയ്യബ്അസ അലൈക്കും ഇഖാബൻ മിൻ ഇൻദി, അതല്ലെങ്കിൽ അള്ളാഹു അവന്റെ അടുക്കലിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളിലേക്ക് അയച്ചേക്കും. അങ്ങനെ ഒരവസ്ഥ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുന്ന പക്ഷം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം ഫലാ യസ്തജീബു ലക്കും, റബ്ബ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. നോക്കൂ നിങ്ങൾ, എത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. അത് ചെയ്യാത്ത പക്ഷം അള്ളാഹുവിന്റെ ശിക്ഷ വരുമെന്ന് മാത്രമല്ല, പടച്ച തമ്പുരാനോട് നമസ്കരിച്ചുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് സകാത്ത് കൊടുത്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു. പക്ഷേ തിന്മയെ വിരോധിക്കുവാനും നന്മ ഉപദേശിക്കുവാനുമുള്ള
സന്നദ്ധത കാണിക്കാത്ത കാലത്തോളം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം നൽകുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഈ ആയത്തും ഈ പ്രവാചക വചനവും മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം ഒരു ഇസ്ലാഹി പ്രവർത്തകൻ തന്റെ പ്രബോധന മണ്ഡലത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഓരോ കാൽപ്പാടും മുന്നോട്ട് വെക്കേണ്ടത്. വരും കാലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്തതുപോലെ തന്നെ വരും കാലങ്ങളിലും ഈ ഒരു ഉത്തരവാദിത്ത ബോധം മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ, നമ്മുടെ നയത്തിന്റെ മുഖ്യ അജണ്ട ഇതായി സ്വീകരിച്ചുകൊണ്ട് ഈ ഖുർആനിന്റെ മുന്നറിയിപ്പും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതും മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രബോധന പ്രവർത്തനമാണ്. അതിനാണ് നാം രൂപം നൽകേണ്ടത്. അല്ലാത്ത പക്ഷം നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തന്നെയുമല്ല, നമ്മുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകാത്തൊരവസ്ഥ വരും. അപ്പോൾ സഹോദരന്മാരെ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഈ ഉള്ളവൻ സംഘടനയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൃത്യമായ രൂപത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തിയപ്പോൾ സാധാരണഗതിയിൽ ഒരു മുസ്ലിമിന്റെ മാന്യത, ഒരു മുസൽമാന്റെ മര്യാദ എന്ന നിലയ്ക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിയെയോ അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയോ ഒരു വിഭാഗത്തെയോ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ആ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണം. ആ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണം. അവരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി ആ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃപ്തികരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. അതല്ല, ആ ആരോപണങ്ങൾ അബദ്ധമാണ് എന്ന് സമ്മതിക്കുകയും അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്താൽ തീർച്ചയായും അത് നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഈ ആരോപണം നേരത്തെ തന്നെ തിരുത്തപ്പെട്ടിട്ടുണ്ട്, ഇനിയും അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്ക് തിരുത്താം എന്നുള്ള ഒരു വാക്കോടുകൂടിയാണ് മറുപടി തരുന്നത് എങ്കിൽ അതും സ്വാഭാവികമായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ ഒരു 3 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അഥവാ സംഘടനയിലെ ചില വ്യക്തികളെ സംബന്ധിച്ചും ചില ലേഖനങ്ങളെ സംബന്ധിച്ചും ചില പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ചും ചില പുസ്തകങ്ങളെ സംബന്ധിച്ചും ചില നയങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ സാധ്യമാകുന്ന അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അതിൽ മിക്കതും അബദ്ധമാണ്, തിരുത്തപ്പെട്ടതാണ്, അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെയുള്ള മറുപടി കിട്ടിയപ്പോൾ അത് സ്വീകരിക്കുകയും അത് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കഴിയാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായി പറയാം, ഞാൻ ഈ വിശദീകരണം കഴിഞ്ഞ ആഴ്ച റിയാദിൽ വെച്ച് നടത്തിയപ്പോൾ ഒരു സുഹൃത്ത് ഇതിനെ വിമർശിക്കുന്ന രൂപത്തിൽ 5 പേജോളമുള്ള ഗുണകാംക്ഷി എന്ന പേരിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സുഹൃത്ത് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്ത് ഇമെയിൽ വഴിയാണ് അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ കത്തിനുള്ള മറുപടി ഞാനിവിടെ പറയുന്നില്ല. കാരണം സ്വന്തം പേര് വെക്കാൻ പോലും ധൈര്യം കാണിക്കാത്ത ഒരു വ്യക്തിയെ ഗുണകാംക്ഷിയായി സ്വീകരിക്കുന്നത് ഒരു മുസൽമാന് യോജിച്ചതല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതോടൊപ്പം എന്റെ പേര് വെച്ചുകൊണ്ടാണ് ഈ കത്തിന് തുടക്കം. ബഹുമാന്യ പണ്ഡിതൻ നാസർ സുല്ലമിക്ക് സ്നേഹപൂർവ്വം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്റെ പേര് വെച്ച് തുടങ്ങുന്ന ആ ഗുണകാംക്ഷിക്ക് സ്വന്തം പേര് പോലും എന്താണ് എന്ന് പറയാൻ ഉള്ള ഇസ്ലാമികമായ ഒരു മാന്യത അദ്ദേഹം കാണിക്കാതെയാണ് ഈ ഇമെയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് നേരിട്ടല്ല അദ്ദേഹം ഇമെയിൽ അയച്ചത്, വേറെ ആർക്കൊക്കെയോ അയച്ച് അതിൽ നിന്ന് ഒരു സുഹൃത്താണ്, അത് കിട്ടിയ ഒരു സുഹൃത്താണ് എനിക്ക് ആ ഇമെയിൽ ഫോർവേഡ് ചെയ്തു തന്നത്. എന്നിട്ട് അദ്ദേഹം അതിനെ സംബന്ധിച്ച് ആ ഇമെയിൽ വന്ന വഴിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഞാനുമായി പങ്കുവച്ചു. അത് റിയാദിലേക്ക് എത്തിയത് ഏകദേശം നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ചില ചുറ്റുവട്ടങ്ങളിൽ നിന്നാണ് ആ ഇമെയിൽ വരാനുള്ള സാധ്യത എന്ന് അദ്ദേഹം പറഞ്ഞു. സാധ്യതയായതുകൊണ്ട് ഞാൻ അതാണ് എന്ന്, ഈ ഭാഗത്താണ് എന്ന് ഉറപ്പിക്കുന്നില്ല. പക്ഷേ എന്റെ പേര് വെച്ചുകൊണ്ട് എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒട്ടേറെ പ്രചരണം ഈ സുഹൃത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിൽ പരാമർശിക്കുന്ന ചില വിഷയങ്ങൾ ഒരുപക്ഷെ എൻ്റെ സംസാരത്തിലെ സമയത്തിന് അനുസൃതമായിക്കൊണ്ട് എനിക്ക് ഇവിടെ വിശദീകരിക്കേണ്ടി വരും. അത് ഈ ഗുണകാംക്ഷി തിരുത്തുമെന്ന പ്രതീക്ഷയോടുകൂടിയല്ല. പക്ഷെ അതോടൊപ്പം അദ്ദേഹവും ഇത് എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചിരിക്കുക ഒരു പക്ഷേ ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റിദ്ധാരണകളോ
അതല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് ഞാൻ ഏതൊരു വിഷയത്തിന്റെ ഏതൊരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണോ തെറ്റിദ്ധരിക്കപ്പെട്ടത്, ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ഒരു കത്ത് എഴുതിയത് എങ്കിൽ അദ്ദേഹത്തിന് തിരുത്താൻ അത് സഹായകമാകുമെങ്കിൽ അത്രയും നന്നായിരിക്കും എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പ്രതിപാദിക്കും. സഹോദരന്മാരെ, ഈ 10 കൊല്ലത്തെ ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ പരിസമാപ്തി എന്ന നിലയ്ക്ക് അത് ലോകത്തെ അറിയിക്കേണ്ടത്, വിശിഷ്യ മുജാഹിദുകളെ അറിയിക്കേണ്ടത് ഒരു എളിയ മുജാഹിദ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വ്യക്തിപരമായ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ മാസത്തിന്റെ അവസാനത്തിൽ 27-ാം തീയതി ഞാൻ പത്രങ്ങളിലൂടെ ഒരു റിപ്പോർട്ട്, ഒരു പത്രക്കുറിപ്പ് കൊടുത്തത്. ആ കുറിപ്പിൽ കൃത്യമായി ഞാനൊരു കാര്യം വ്യക്തമാക്കി. കൃത്യമായി എന്തുകൊണ്ടാണ് ഞാൻ 2 തീരുമാനങ്ങൾ എടുത്തത്. ഒന്ന്, 10 വർഷം സംഘടനാ പ്രവർത്തനം നടത്തിയ മുജാഹിദിലെ മടവൂർ ഗ്രൂപ്പിൽ നിന്നും രാജിവെച്ചുകൊണ്ട് മുഴുവൻ എല്ലാവിധ സ്ഥാനമാനങ്ങളും ഒഴിഞ്ഞ് എല്ലാവിധ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് മാതൃസംഘടനയായ കേരള നദുവത്തുൽ മുജാഹിദിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം അത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് ഞാൻ വിശദീകരിച്ചു. അതിപ്രകാരം നിങ്ങൾക്ക് വായിക്കാം. ഇസ്ലാമിക പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലും പ്രബോധനം ചെയ്യുന്നതിലും പ്രവാചകന്റെ അനുചരന്മാരും അവരിൽ നിന്നും ദീൻ മനസ്സിലാക്കിയ മുൻഗാമികളും സ്വീകരിച്ച മാതൃക പല വിഷയങ്ങളിലും മടവൂർ വിഭാഗം കൈവടിയുന്നതായി ബോധ്യപ്പെട്ടതിനാലാണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വിശദീകരിച്ചു. കൃത്യമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ഈ തീരുമാനം ഞാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് എന്നും മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോയത് എന്നുമുള്ള ആ വിശദീകരണത്തിൽ കൃത്യമായ ആ കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഈ പത്രപ്രസ്താവന വന്നതിന് ശേഷം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, നജ്റാനിലുള്ള മുബാറക് മദനി എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്നെ ടെലിഫോണിൽ വിളിച്ചു. ടെലിഫോണിൽ വിളിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പോ പുതിയ ആളാണില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പഴയ ആള് തന്നെയാണ്. കാരണം അദ്ദേഹം പുതിയ ആള് എന്ന് ഉദ്ദേശിച്ചത് മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെ അല്ല, ജിന്ന് എന്ന അർത്ഥത്തിലാണ് മൂപ്പർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ എനിക്കതിൽ പ്രത്യേകിച്ച് ആക്ഷേപമൊന്നുമില്ല. ഏതായാലും അതിനുശേഷം അദ്ദേഹം പറഞ്ഞു,